അട്ടപ്പാടിയിലെ ഉന്നതികളിലും അങ്കണവാടികളിലും കുടിവെള്ള ലഭ്യത, അവ ശുദ്ധീകരിക്കുന്നതിനുള്ള സംവിധാനം എന്നിവ ഉറപ്പാക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ. തിളപ്പിച്ചാറിയ വെള്ളം കുട്ടികൾക്ക് നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. മൂലഗംഗൽ ഉന്നതിയും അങ്കണവാടിയും സന്ദർശിച്ച ശേഷമാണ് കമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി നിർദ്ദേശം നൽകിയത്. മൂലഗംഗൽ ഉന്നതിയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട ആരംഭിക്കുന്നത് സംബന്ധിച്ച് കമ്മീഷണറേറ്റിലേക്ക് പ്രൊപ്പോസൽ നൽകിയിട്ടുണ്ട്. സമീപത്തെ വെച്ചപ്പതി, വെള്ളക്കുളം, ഗോഞ്ചിയൂർ എന്നീ ഉന്നതികളിലെ റേഷൻ ഗുണഭോക്താക്കളോട് പദ്ധതികളുടെ ആനുകൂല്യ ലഭ്യത ഉറപ്പുവരുത്തിയെന്നും അദ്ദേഹം അറിയിച്ചു. അങ്കണവാടികളിലെ പോഷകാഹാരങ്ങളുടെ സ്റ്റോക്കുകൾ പരിശോധിച്ച കമ്മീഷൻ അംഗം അരി, ധാന്യങ്ങൾ, റാഗി, ശർക്കര, അവിൽ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ നിർദ്ദേശിച്ചു. അട്ടപ്പാടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ മെനു പ്രകാരം കൃത്യമായി ഭക്ഷണം നൽകിവരുന്നതായി അംഗം വിലയിരുത്തി. വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നതിനുള്ള ഡൈനിംഗ് ഹാൾ സജ്ജമാക്കാൻ ജില്ലാ പഞ്ചായത്തിന് കത്ത് നൽകാനും അദ്ദേഹം നിർദ്ദേശിച്ചു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ ഒരു സന്ദർശനം അട്ടപ്പാടി ഷോളർ പഞ്ചായത്തിലെ വിവിധ ഉന്നതികൾ, അവിടുത്തെ അംഗൻവാടികൾ സന്ദർശിച്ചു. അതിനുശേഷം ഷോളർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചു. 1-2 പോരായ്മകളുണ്ടായിരുന്നു. അത് ബന്ധപ്പെട്ട വകുപ്പുമായി ചുമതല കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണ്, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ട്രൈബൽ വകുപ്പിന്റെ ഉന്നതികളുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണ്. ജില്ലാ സപ്ലൈ ഓഫീസർ AS ബീന, താലൂക്ക് സപ്ലൈ ഓഫീസർമാരായ B മനോജ്, C പത്മിനി, LA തഹസിൽദാർ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.